എൻ്റെ ഈശ്വര, എന്തൊരു വലിയ കുളമല്ലേ! ഇതിന്റെ ഇത്രയും ആഴം താഴേക്ക് ഉണ്ടെന്നാ പറയണേ. ഇപ്പൊ വെള്ളം നിറഞ്ഞിരിക്കല്ലേ. യോ, എത്ര മീനാ! വനവാസകാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണ ഹനുമാൻ സമേതനായി തെക്കേ ദിശയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്രാമധ്യേ അയ്യപ്പൻകാവിലെത്തി. ക്ഷേത്രം ദർശിച്ച ശ്രീരാമന് അവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ആ ചരിത്രം ഹനുമാനോടും ലക്ഷ്മണനോടുമായി പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിൻ്റെ പൊരുളെന്തെന്ന് ചോദിച്ചു. എന്നാൽ വേദവിധാതാവായ ബ്രഹ്മാവിന് അതിൻ്റെ അർത്ഥം യഥാവിധി പറഞ്ഞുകൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലാക്കുവാൻ വീരബാഹുവിനോട് കൽപ്പിച്ചു. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായതോടെ പ്രപഞ്ചത്തിൽ സൃഷ്ടി നിലച്ചു. ദേവകൾ പരമേശ്വരനെ കണ്ട് ഇതിനൊരു പ്രതിവിധി കാണണമെന്ന് അപേക്ഷിച്ചു. ശിവന്റെ നിർദ്ദേശമനുസരിച്ച് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ മോചിപ്പിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. കുറച്ചുകാലം ഏകാന്തതയിൽ അജ്ഞാതവാസം നയിക്കാനായിരുന്നു ദേവഗുരുവിന്റെ നിർദ്ദേശം. അതനുസരിച്ച് ഈ അയ്യപ്പൻകാവ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ ഒരു പൊട്ടക്കിണറിൽ ഏകാന്തവാസം നയിച്ചു. വെയിലും മഞ്ഞും മഴയുമേൽക്കാതെ സർപ്പങ്ങൾ തന്നെ കിണറിനു മുകളിൽ ഭണം കുടയാക്കി പിടിച്ച് അദ്ദേഹത്തെ കാത്തുപോന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സുപ്രധാനമായ സ്ഥാനം നൽകി പൂജിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞു. അങ്ങനെ അവർ ക്ഷേത്ര ദർശനം നടത്തുകയും ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തേണ്ടതിന്റെ ഔചിത്യത്തെക്കുറിച്ച് അയ്യപ്പനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി തരാമെന്ന് അറിയിച്ചു. ആ ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ശ്രീരാമനോട് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാന ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് കിഴക്കോട്ട് മുഖമായി ശ്രീകോവിൽ പണി കഴിപ്പിച്ച് ശ്രീ അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചു. സുബ്രഹ്മണ്യ സ്വാമിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നവണ്ണം അയ്യപ്പൻ ആദ്യം ഇരുന്ന ശ്രീകോവിലിന്റെ മുഖം കിഴക്കുഭാഗമായിരുന്നത് മാറ്റി പടിഞ്ഞാറു ഭാഗത്തെ പ്രവേശന കവാടത്തിന് നേരെയാക്കി. കിഴക്കേ നടയടച്ചാണ് മുഖം പടിഞ്ഞാറോട്ടാക്കിയത്. കിഴക്കേ നടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാനുണ്ട്. വിഗ്രഹത്തിനാവശ്യമായ ശ്രേഷ്ഠമായ ശില കണ്ടെത്തി ശില്പിയെ കൊണ്ട് പണി കഴിപ്പിച്ചു കൊണ്ടുവരാനായി ശ്രീരാമൻ ഹനുമാനെ വടക്കേ ദിശയിലേക്ക് അയച്ചു. വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠാമുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല. ശുഭമുഹൂർത്തം തെറ്റാതിരിക്കുവാൻ ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായെത്തി. ശ്രീരാമൻ വളയുടെ മേലെ തന്നെ ബിംബം പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട ഹനുമാൻ വള പിഴുതെടുത്ത് ബിംബം പ്രതിഷ്ഠിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. വള ഇനി എടുക്കാനാവില്ല എന്ന് രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഹനുമാൻ തന്റെ ശരീരബലം കാണിക്കാൻ എന്ന വണ്ണം വള പിടിച്ച് ആഞ്ഞു വലിച്ചു. വള എന്നിട്ടും ഇളകിയില്ലെന്നു മാത്രമല്ല, അതിന്റെ കടക്കിൽ നിന്നും ഒരു സർപ്പം ഭണമുയർത്തി ഉയർന്നു വരികയും വള എടുക്കരുതെന്ന് ഭണം ഇളക്കി സൂചിപ്പിച്ച് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് ശ്രീരാമൻ അതിന്റെ മുകളിൽ തന്നെ ബിംബം പ്രതിഷ്ഠിച്ച് വേണ്ടുന്ന ചടങ്ങുകളെല്ലാം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ പെരുവള പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രവും പ്രദേശവും പെരുവളശ്ശേരി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കാലക്രമത്തിൽ അത് പെരളശ്ശേരി എന്ന് പ്രസിദ്ധി നേടി. സുബ്രഹ്മണ്യ സ്വാമി നാഗരൂപത്തിൽ വന്നതുകൊണ്ടോ നാഗങ്ങൾ അദ്ദേഹത്തിന് കാവലിരുന്നതുകൊണ്ടോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിലിന്റെ നാലമ്പലത്തിന് പുറത്ത് മുറ്റത്ത് തെക്കു പടിഞ്ഞാറേ കോണിൽ നാഗത്തിനും പ്രത്യേകമായ സ്ഥാനം നൽകി. പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം നാഗാരാധനയ്ക്ക് കേൾവി കേട്ടതാണ്. ശ്രീരാമസ്വാമിക്കും ക്ഷേത്രത്തിൽ പ്രത്യേകം സ്ഥാനമുണ്ട്.